കർത്താവെ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവെ, അങ്ങയുടെ സ്വരം കേട്ട് അങ്ങയുടെ വചനത്തിലേക്ക് വരുന്ന എല്ലാ വ്യക്തികളുടെയും ഹൃദയങ്ങൾ സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് തന്ന വചനഭാഗത്തിലേക്ക് കടക്കുന്നു. ഇന്നത്തെ വചനഭാഗത്തിന്റെ തലക്കെട്ട് പ്രാർത്ഥനയാൽ തുറക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിൽ എന്നാണ്. തുറന്നു കിടക്കുന്ന വാതിൽ പോലെ ഹൃദ്യമായ എന്തുണ്ട്? ഭവനത്തിനകത്തെ സകല നന്മകളും അനുഭവിക്കുവാൻ വാതിൽ തുറന്ന് അകത്ത് കയറണം. പുത്രത്വം അനുഗ്രഹത്തിന്റെ താക്കോൽ ആണെങ്കിൽ പുത്രത്വം പ്രാപിച്ചവർ പിതാവുമായി സംവദിക്കുന്ന ആശയവിനിമയമാണ് അനുഗ്രഹത്തിന്റെ വാതിൽ. ആശയവിനിമയം നടത്താതെ ഭവനങ്ങൾ പൊള്ളയായിരിക്കുന്നത് പോലെ ദൈവവുമായി ബന്ധപ്പെടുവാൻ കഴിയാത്ത വ്യക്തികൾ ശൂന്യരായിരിക്കും. അവരെത്രയൊക്കെ അഭിനയിച്ചാലും അവരുടെ ജീവിതത്തിൽ ആ ശൂന്യത പ്രകടമാകും. അനുഗ്രഹവും പ്രാർത്ഥനയുടെ വാതിലും. ദൈവികമായ അനുഗ്രഹത്തിൽ ജീവിച്ചു മുന്നേറുവാനുള്ള വഴി പ്രാർത്ഥനയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കുന്നത് വളരെ തെറ്റായ ധാരണയാണ്. ദൈവവചനം താക്കീത് നൽകുന്നു. യാചിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നു എന്ന് വചനം ഉറപ്പ് പറയുമ്പോൾ ചോദിക്കായികയാൽ ലഭിക്കുന്നില്ലെന്ന് വചനം വ്യക്തമാക്കുന്നു. For everyone who asks receives. You do not have receive because you do not ask. മത്തായി 7, യാക്കോബ് 4 ഈ ഭാഗങ്ങളിലൊക്കെയും കർത്താവുമായുള്ള പ്രാർത്ഥനയെ കുറിച്ച് വ്യക്തമായി പറയുന്നു. അനുഗ്രഹത്തിന്റെ ഈ മർമ്മം നാം മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിൽ നാം പരാജയപ്പെടും. ദൈവികമായ അനുഗ്രഹങ്ങളിലും നന്മകളിലും ജീവിച്ച് നിലനിൽക്കുവാനുള്ള നമ്മുടെ ആഗ്രഹമാണ് പ്രാർത്ഥനയിൽ പ്രകടമാകേണ്ടത്. യേശുവിനെ അറിഞ്ഞു, ഇനി എല്ലാം ഇങ്ങ് വന്നു ചേർന്നുകൊള്ളും എന്ന നിസ്സംഗമായ മനോഭാവം ആരോഗ്യകരമല്ല. ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ നന്മയും ഉന്നമനവുമാണ്. അങ്ങനെയല്ല എന്ന് പറയുന്നത് പിശാചാണ്. അതിനാൽ തന്നെ ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹമായി മാറുമ്പോഴാണ് പ്രാർത്ഥന ഫലപ്രദമാകുന്നത്. ഇത്തരം ആഗ്രഹങ്ങൾ ആരോഗ്യകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അടയാളങ്ങളാണ്. നാം അങ്ങനെ വാങ്ങിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യബ്ബസ് ദൈവത്തോട് ഒരു വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ദിനവൃത്താന്ത പുസ്തകത്തിലെ ഈ അധ്യായത്തിൽ യബ്ബേസിന്റെ ജീവചരിത്രത്തിന് മുൻപുള്ള വാക്യങ്ങളിൽ 44 പേരുകളുണ്ട്. യബ്ബേസിനെ കുറിച്ചുള്ള വിവരണത്തിന് ശേഷം വീണ്ടും പേരുകളുടെ ഒരു നീണ്ട പട്ടിക തന്നെയാണ്. അവരൊന്നും ഈ വിടുതൽ പ്രാപിച്ചില്ല. ഇവരിൽ നിന്നെല്ലാം ഇദ്ദേഹം വ്യത്യസ്തനായത് യബ്ബേസ് അദ്ദേഹത്തിന്റെ പ്രശ്നം ദൈവസന്നിധിയിൽ കൊണ്ടുചെന്നതുകൊണ്ടാണ്. യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതം. യേശുവിനെ പോലെ ദൈവിക സമൃദ്ധിയിൽ ജീവിച്ച വേറെ ആരുമില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം യേശുവും പിതാവുമായുള്ള ബന്ധമായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ യേശുവിന്റെ ആഗ്രഹം അവിടുത്തെ പിതാവിന്റെ ഭവനത്തിൽ ഇരിക്കണം എന്നുള്ളതായിരുന്നു. ഐ മസ്റ്റ് ബി ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്, ലൂക്കോസ് 2:49. ആ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായിരുന്നു കർത്താവിന്റെ ജീവിതവും ശുശ്രൂഷയും ഉപദേശങ്ങളും എല്ലാം. യേശുവിന്റെ ജീവിതം പഠിച്ചാൽ അത് പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശു നമുക്ക് പ്രാർത്ഥനയുടെ മാതൃകയാണ്. നമ്മുടെ കർത്താവ് ആരെയും പ്രസംഗിക്കുവാൻ പഠിപ്പിച്ചതായി കാണുന്നില്ല. ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ രോഗികളെ സൗഖ്യമാക്കേണ്ടുന്ന വിധമോ പ്രവചിക്കേണ്ട രീതിയോ വിവിധ ശുശ്രൂഷകൾ നിവർത്തിക്കേണ്ട ശൈലിയോ ഒന്നും പ്രത്യേക ക്ലാസ് എടുത്ത് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുള്ളതായി രേഖയില്ല. എന്നാൽ അവിടുന്ന് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെയും ശുശ്രൂഷയ്ക്കായി വിളിച്ചു വേർതിരിച്ച എല്ലാവരെയും യേശു പ്രാർത്ഥനയുടെ മാതൃക കാണിച്ചു. പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ചവർ ഭൂതങ്ങളെ പുറത്താക്കി, രോഗശാന്തി ശുശ്രൂഷ ചെയ്തു, പ്രവചിച്ചു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം അവരോട് കൂടെയിരുന്ന് വചനത്തെ ഉറപ്പിച്ചു. വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന് പൂർണ്ണ മനുഷ്യനായി ജീവിച്ച യേശു അവിടുത്തെ പിതാവുമായുള്ള സമ്പർക്കത്തിൽ സമയം ചെലവഴിക്കുന്നത് ശിഷ്യന്മാർക്ക് ഒരു മാതൃകയായി കാണിച്ചു കൊടുത്തു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അങ്ങനെ നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. യേശുവിനെ ഒരു മാതൃകയായും ഗുരുവായും ഏറ്റെടുക്കുന്ന ഒരാൾക്ക് പ്രഥമമായി അനുകരിക്കുവാൻ കഴിയുന്ന ഒന്നാണ് കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതം. യേശു നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു. ഏത് വിഷയം
അതിഗഹനമായ അറിവുള്ളവർക്കേ സാധിക്കൂ. ഗണിതശാസ്ത്രം പഠിപ്പിക്കുവാൻ ഹിന്ദി പ്രൊഫസർ തുനിഞ്ഞാൽ എങ്ങനെയിരിക്കും? ആരിൽ നിന്ന് പഠിക്കുന്നു എന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിക്കേണ്ടത് പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരോ അതിൽ പ്രബന്ധം അവതരിപ്പിച്ചവരോ പ്രാർത്ഥനയെക്കുറിച്ച് ഏറ്റവും അധികം പ്രസംഗിച്ചിട്ടുള്ളവരോ അല്ല. പ്രത്യുത മുട്ടിന്മേൽ മണിക്കൂറുകളിലിരുന്ന് തങ്ങളുടെ പ്രാർത്ഥനാമുറി സ്വർഗത്തിന്റെ കവാടമാക്കി മാറ്റിയവർ, പ്രാർത്ഥനയുടെ ചൂടടയാളം ശരീരത്തിലുള്ളവർ, അനുഭവത്തിന്റെ പിൻബലത്തിലും ആത്മാവിന്റെ നിറവിലും അത് ദൈവമക്കളെ പഠിപ്പിക്കട്ടെ. പ്രാർത്ഥനാ അനുഭവം തുളുമ്പി നിന്ന യേശുവിന്റെ ജീവിതം കണ്ട ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി: ഇതിലൊരു ശക്തിയുണ്ട്, ഇതിൽ അഭൗമമായ ഒരു തലമുണ്ട്. ഈ പ്രാർത്ഥനയാണ് ശുശ്രൂഷയുടെ ബലം. അത്ഭുതങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പകർച്ചയൊന്നുമല്ല ശിഷ്യർ ചോദിച്ചത്. നേരെ മറിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്നാണ്. യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതം അത്ര സ്പഷ്ടവും ശക്തിമത്തുമാണ്. പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിക്കുവാൻ യേശുവിനെ പോലെ മറ്റാർക്കാണ് കഴിയുക? യേശു ഉടനടി ശിഷ്യന്മാരുടെ ആവശ്യം മാനിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. സാധാരണഗതിയിൽ യേശു ചോദ്യങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് മറുപടി കൊടുക്കാറില്ല. പക്ഷേ പ്രാർത്ഥന എന്ന വിഷയം നാളത്തേക്ക് മാറ്റിവെക്കാവുന്ന ഒന്നല്ല, അടുത്ത മണിക്കൂറിലേക്ക് പോലും നീട്ടിവെക്കാവുന്നതല്ല. അത്രയ്ക്ക് ഗൗരവമുള്ളതാണ് പ്രാർത്ഥന. ശിഷ്യന്മാർ കണ്ട യേശുവിന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു എന്ന് മർക്കോസ് സുവിശേഷത്തിൽ വിവരിക്കുന്നുണ്ട്. അതികാലത്ത് ഇരുട്ടോടെ യേശു എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ശിമോനും കൂടെയുള്ളവരും പിന്നാലെ ചെന്നു. കർത്താവിനെ കണ്ടപ്പോൾ എല്ലാവരും അങ്ങയെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പ്രാർത്ഥനയ്ക്കായി അതിരാവിലെ എഴുന്നേറ്റു. യേശു കർത്താവിന് പ്രാർത്ഥനയ്ക്കായി ഒരു ക്രമീകൃത സമയം ഉണ്ടായിരുന്നു. അത് അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ആയിരുന്നു. തനിക്ക് ചുറ്റും അലോസരങ്ങളോ ആൾക്കൂട്ടങ്ങളോ ഇല്ലാതെ ലോകം സുഖസുഷുപ്തിയിൽ ആണ്ട് കിടക്കുമ്പോൾ യേശു പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റു. പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനാ ജീവിതത്തിന്റെ നിലവാരവും ആഴവും വർദ്ധിക്കുവാനും താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുക. പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ തടസ്സമായി നിൽക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു. അലസതയിൽ നിന്ന്, നിരാശയിൽ നിന്ന്, മനോഭാരത്തിൽ നിന്ന്, പരാജയ ബോധത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അനുസരണക്കേടിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കാം. യേശുവിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം. യേശുവിന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 5 ഘട്ടങ്ങളിൽ പ്രാർത്ഥനാ ജീവിതം പ്രകടമായിരുന്നു. അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഇതൊരു മാതൃകയാണ്. ആ ഘട്ടങ്ങൾ ഓരോന്നായി ചിന്തിക്കാം. 1. യേശു ശുശ്രൂഷ ആരംഭിച്ചത് പ്രാർത്ഥനയിലാണ്. 2. യേശു ശുശ്രൂഷ നിർവഹിച്ചത് പ്രാർത്ഥനയിലാണ്. 3. യേശു പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചത് പ്രാർത്ഥനയിലാണ്. 4. യേശു ഐഹിക ശുശ്രൂഷ പര്യവസാനിപ്പിച്ചത് പ്രാർത്ഥനയിലാണ്. 5. യേശു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഇപ്പോഴും പ്രാർത്ഥനയിലാണ്. ഇവ ഓരോന്നായി നമുക്ക് ധ്യാനിക്കാം. യേശു പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചത് പ്രാർത്ഥനയിലാണ്. ചുറ്റും നിൽക്കുന്നവർ വിമർശിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ചു. യേശു എന്തു പറഞ്ഞാലും എന്തു ചെയ്താലും കുറ്റം പറയുവാൻ നിൽക്കുന്ന ഒരു സമൂഹം യേശുവിന് ചുറ്റും ഉണ്ടായിരുന്നു. യേശു മണ്ണെടുക്കുന്നു, മണ്ണിലേക്ക് തുപ്പുന്നു, തുപ്പൽ ചേർത്ത് മണ്ണ് കുഴയ്ക്കുന്നു, അത് ഒരാളുടെ കണ്ണിൽ തേച്ചു പിടിപ്പിക്കുന്നു, പോയി ശിലോഹാം കുളത്തിൽ കഴുകാൻ പറയുന്നു. ഇന്നായിരുന്നെങ്കിൽ ചാനൽ ചർച്ചകളിൽ ഏറ്റവും വലിയ ഇരയാവേണ്ടത് നമ്മുടെ യേശു കർത്താവ് തന്നെയായിരുന്നു. ആത്മീയ ദൃഷ്ടിയുള്ള യേശു അനാത്മീയരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തത് പ്രാർത്ഥനയിലാണ്. ചുറ്റും ആളുകൾ കുറ്റം പറഞ്ഞ് പരിഹസിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു കുരുടന്മാരുടെ കണ്ണുകൾ തുറന്നു. കല്ലെറിയാൻ ആളുകൾ നിൽക്കുമ്പോൾ മരിച്ച ലാസർ എഴുന്നേറ്റ് നഗരവീഥിയിലൂടെ യേശുവിനൊപ്പം നടന്നു. മുഴുവൻ വിമർശന ശരങ്ങളുടെയും നൊമ്പരങ്ങൾ പിതാവിന്റെ സന്നിധിയിൽ യേശു ഇറക്കി വെച്ചു. അടുത്ത ദിവസത്തെ ശുശ്രൂഷയ്ക്കായുള്ള ശക്തി ആർജിച്ചു. ഇന്നും ദൈവവേലക്കാർ ഈ മാതൃക ഏറ്റെടുക്കുന്നുവെങ്കിൽ ശുശ്രൂഷയിൽ വിജയിക്കുവാൻ കഴിയും. പ്രാണവേദനയിലായ സമയത്ത് പോലും യേശു അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഗെത്ശമനയിലെ യേശുവിന്റെ അതിതീവ്രമായ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അതിപ്രധാനമായ ചിന്തകൾ എന്താണ്? യേശുവിന്റെ പ്രാർത്ഥന പ്രതിസന്ധിയുടെ നടുവിലായിരുന്നു. പ്രാണവായു ശ്വസിക്കും പോലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രക്രിയയായിരുന്നു യേശുവിന്റെ പ്രാർത്ഥന. പിന്നെ യേശു പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള പുറപ്പെടലായിരുന്നു. യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ.
കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണിത്. പരീക്ഷകൾ, പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടതകൾ ഒക്കെ വൻ തിരമാല പോലെ നമ്മുടെ യാത്രയെ പ്രക്ഷുബ്ധമാക്കുമ്പോൾ, നമുക്ക് നേരെ ഉയരുമ്പോൾ ഒന്ന് മാത്രം ചെയ്യുക: കർത്താവ് ചെയ്തതുപോലെ പ്രാർത്ഥിക്കുക. അവിടെ അവരെ വിട്ടൊരു കല്ലേറ് ദൂരത്തോളം മാറിപ്പോയി മുട്ടുകുത്തി, പിതാവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും വേദനയുടെയും വൈഷമ്യങ്ങളുടെയും നടുവിൽ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന യേശു നമുക്ക് മാതൃകയാണ്. ആ പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു, ദൂതൻ ഇറങ്ങി വന്നു, കർത്താവിനെ ബലപ്പെടുത്തി. നുറുക്കിക്കൊടുക്കുവാൻ അപ്പം കൊടുത്ത ബാലൻ ഒരു വിഭവമാണെങ്കിൽ, ദൈവം ഉറവിടമാണ്. എല്ലാ നന്മകളുടെയും ഉറവിടവും ഉടയവനും ദൈവമാണ്. അതിരാവിലെ എഴുന്നേൽക്കുന്ന വ്യക്തി വീണ്ടും ഉറങ്ങുവാൻ തലയിണ അന്വേഷിക്കാതെ പുറപ്പെട്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാനാവൂ. ജീവിത പ്രതിസന്ധികളെ നേരിടുവാൻ, ജീവിതത്തിൽ കടന്നു വരുന്ന അനേകമായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ, ഒരു പ്രാർത്ഥനാ പോരാളിയായി ജീവിക്കുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവേ, ഈ നല്ല വചനഭാഗം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഇത് കേട്ട എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് പ്രാർത്ഥനയെക്കുറിച്ചുള്ള പുതിയ വാതിലുകൾ തുറന്നു വരുവാനും, ദൈവത്തോട് അല്പം കൂടി അടുത്തിരുന്ന് തങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളുടെ വാതിലുകൾ പ്രാർത്ഥനയിൽ തുറക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങ് അവരെ കാത്തു പരിപാലിക്കണമേ. അവർ അങ്ങയോട് സംസാരിച്ച അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അങ്ങ് മറുപടി കൊടുത്തതിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായെന്ന് വചനം പറയുമ്പോൾ അങ്ങയെ വിശ്വസിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അനേക ആകുലതകളും വ്യാകുലതകളും അങ്ങയോട് പങ്കുവച്ച ഈ ജനം അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരട്ടെ. ഇവരുടെ സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി ലഭിച്ചു എന്ന് കർത്താവിൽ കേൾക്കുവാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ നല്ല ദിവസം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വലിയ ഒരു ദിവസമാക്കി സ്വർഗം തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.